നമസ്കാരം, ഞാൻ സിയാദ് ഇലിക്കൽ. ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ചയിൽ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും മാർക്കറ്റ് ന്യൂസ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയുടെയും യു എസിലെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവായ രീതിയിൽ വന്നു എങ്കിലും മാർക്കറ്റ് റാലി ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ പോസിറ്റീവാണ്. അതായത് ഡി ഐസും എഫ് ഐ എസും കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും അവർ ബൈയിങ് ആണ്. അപ്പോൾ എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ബൈ ചെയ്യാനായിട്ട് തിരികെ വന്നു എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും യു കെയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും യു കെയുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും വരുന്നുണ്ട്. ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡേറ്റയും മൺഡേ വരുന്നുണ്ട്. കൂടാതെ ക്രിസ്മസ് ആണ് വരുന്നത്, ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സാധാ റാലി ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിക്ഷേപകരും ട്രേഡേഴ്സും എല്ലാവരും തന്നെ. എങ്കിലും ഡിസംബർ മാസം ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ ഒരു വെക്കേഷൻ എടുക്കുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെയും വെക്കേഷൻ പ്ലാൻസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതീവ വോളറ്റിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇൻട്രാഡേ ലോയിൽ നിന്ന് 600-ലേറെ പോയിന്റ് റാലി രേഖപ്പെടുത്തി. എന്നാൽ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് വെള്ളിയാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 100 പോയിന്റിൽ താഴെ മാത്രം അപ്മൂവ്മെൻറ്റ് നടത്തിയ വോളറ്റൈൽ സെക്ഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു ട്രേഡിംഗ് വൈബിലേക്ക് തിരിച്ചെത്താം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. തിങ്കളാഴ്ച ദിവസം ഓപ്പൺ ചെയ്തു, കൺസോളിഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. വ്യാഴാഴ്ച ദിവസം ഒരു ഫോളിലേക്കും വെള്ളിയാഴ്ച ദിവസം കനത്ത ഫോളിലേക്കും പോയതിനു ശേഷം മാർക്കറ്റ് 24,200 ഇൻട്രാഡേ ലോയിൽ നിന്ന് 600-ലേറെ പോയിന്റ് റാലി രേഖപ്പെടുത്തി വീക്കിലി ഉണ്ടാക്കിയ ലോസ് എല്ലാം തന്നെ റിക്കവറി നടത്തി പ്ലസ് ആയിട്ട് ക്ലോസ് നടത്താൻ സാധിച്ചു. വീക്കിലി അടിസ്ഥാനത്തിൽ എഫ് ഐ എസിൻ്റെയും ഡി എസിൻ്റെയും ആക്ടിവിറ്റീസിൽ എഫ് ഐ എസ് കാണാം. വെള്ളിയാഴ്ച ദിവസം സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എഫ് ഐ എസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വ്യാഴവും ബുധനുമാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളത്. തിങ്കളും ചൊവ്വയും അവർ ബൈയിങ് ആയിരുന്നു അല്ലേ, കാണാൻ സാധിക്കുന്നുണ്ട്. ഡേറ്റും അവിടെ ഉണ്ട്. ഡി ഐസ് കാണാം. ഡി ഐസ് വെള്ളിയാഴ്ച ദിവസം ഡി ഐസ് ആണ് ശക്തമായിട്ട് മാർക്കറ്റിനെ താഴെ ഇട്ടത്. തിങ്കളാഴ്ച ദിവസം ഡി ഐസ് താഴെ ഇട്ടു. ബാക്കിയുള്ള ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഡി ഐസും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രലായല്ല, മറിച്ച് നെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക്, അതായത് നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഡോ എന്നാൽ ഫ്ലാറ്റായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ കഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിറ്റ്കോയിൻ 1 ലക്ഷമൊക്കെ മറികടന്ന് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ICC, HDFC എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു മൈനസിലേക്ക് പോയിട്ടുണ്ട്. അത് റിക്കവറി ആകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ആദ്യം ഡിസംബർ 16-ാം തീയതി യു എസിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, ഇന്ത്യയുടെ സർവീസ് PMIയും ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡേറ്റയും എല്ലാം തന്നെ അവിടെ സമയം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഡിസംബർ 17-ന് യു എസിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. ഡിസംബർ 18-ന് ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററീസും ചൈനയിലെ ഇൻഫ്ലേഷനും യു കെയിലെ ഇൻഫ്ലേഷനും വരുന്നുണ്ട്. ഡിസംബർ 18-ന് ഇന്ത്യൻ സമയം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 19-ന് ആണ് പ്രധാനമായിട്ടുള്ളൊരു ഈവൻ്റ് ഉള്ളത്. യു എസിൽ നിന്ന് ഫെഡറൽ ഓപ്പൺ കമ്മ്യൂണിറ്റിയുടെ എക്കണോമിക്സ് പ്രൊജക്ഷൻ ഉണ്ട്. GDP ഡേറ്റയും യു എസിൽ നിന്ന് വരുന്നുണ്ട്. യു കെയുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഡിസംബർ 20-ന് യു എസിൽ നിന്ന് PSE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ റിസർവ് ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റാസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ട്രേഡ് ബഡി ടാബിൽ ഇതല്ലാതെ IPOയും ഡിവിഡൻറ്റ്, ഒരു കമ്പനിക്ക് എത്ര ഡിവിഡൻറ്റ് കിട്ടി എന്നുള്ളതൊക്കെ നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ₹1 പോലും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മുടെ മൊബൈലിൽ ബുക്ക് മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കമ്പനികളുടെ റിസൾട്ടൊക്കെയാണ് വരുന്നത്. ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ട്, ഏതൊക്കെ ദിവസമാണ്, റിസൾട്ട് എന്താണ്, IPO എന്താണ്, എല്ലാം ട്രേഡ് ബഡിയിൽ ലഭ്യമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് IPOയിലേക്ക് പോവുകയാണെങ്കിൽ IPOയിൽ ഡിവിഡൻറ്റ് ഈ കോർപ്പറേറ്റ് ഇവൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ PC ജ്വല്ലേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് കാണാം. ഷൈൻ ഇൻഡസ്ട്രീസ്, സ്റ്റെർലൈറ്റ് പെർഫോമൻസ്,
സ്റ്റീൽ സിറ്റി സെക്യൂരിറ്റീസ്, വേദാന്ത, ഡിവിഡൻഡ് എല്ലാം തന്നെ അവിടെ മസഡോക്കിൻ്റെ ഡിവിഡൻ്റൊക്കെ 5 രൂപയുണ്ട്, ഡിസംബർ 27-ാം തീയതിയാണ്. അതെല്ലാം തന്നെ അവിടെ കൃത്യമായിട്ടുണ്ട്. അത് ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അടുത്ത ആഴ്ചയാണ് നമുക്ക് കൊച്ചിയിൽ വെച്ച് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ പഠിക്കുന്ന സ്വിംഗ് ബേസിക് മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു കോഴ്സ് ശനിയാഴ്ച ദിവസവും, മാർക്കറ്റിൽ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബൈയിങ്, സെല്ലിങ് സ്ട്രാറ്റജി, അതെല്ലാം തന്നെ ഓപ്ഷൻ ക്ലാസ്സിലാണ് വരുന്നത്. അത് ഞായറാഴ്ച ദിവസവും ഉണ്ട്. ചില ആളുകൾ ഒരുമിച്ചും കോഴ്സ് എടുക്കാറുണ്ട്, അതായത് ബേസിക്കും ഓപ്ഷനും ഒരുമിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയും ജോയിൻ ചെയ്യാൻ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യമായി അശോക് ലെയ്ലാൻഡ് കമ്പനി, ഇവരുടെയും വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണ്. 3% വർദ്ധിപ്പിക്കുന്നു. റിസൾട്ട്, ഇൻഫോസിസിൻ്റെ റിസൾട്ട് ജാനുവരി 16 വരും. അതായത് ഇനിയിപ്പോൾ ഒരു മാസമുള്ള റിസൾട്ട് കാലഘട്ടം തുടങ്ങാനായിട്ട്. അഗ്രി സെക്ടറിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, RBI കൊളാട്രലൊന്നും ഇല്ലാതെ തന്നെ, പ്രത്യേക പണയമൊന്നും ഇല്ലാതെ തന്നെ 2 ലക്ഷം രൂപ വരെ കർഷകർക്ക്, ഫാർമേഴ്സിന് ലോൺ കൊടുക്കുമെന്നുള്ളത് അഗ്രി സെക്ടേഴ്സിന് ഒരു 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 വാർത്തയാണ്. ലെമൺ ട്രീ ഹോട്ടൽ ഗുജറാത്തിൽ അവർ പുതിയ ഹോട്ടൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ സൈൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ജെഫ്രീസ് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. SBI കാർഡ്, ഇവർ 2 കോടി കാർഡ് ഉപഭോക്താക്കൾ SBI കാർഡിന് നേടാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്യാറുള്ള പോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോഴും വലിയൊരു ജനസംഖ്യയൊന്നും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ HDFCയും SBI ആണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എക്കണോമിനെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം അവൻഡസിൻ്റെ CEO ആയിട്ടുള്ള ആൻഡ്രൂ ഹോളണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള എൻ്റർപ്രണർ ഫോർകാസ്റ്റ് കമ്പനി ഫേമാണ് അവൻഡസ്. അപ്പോൾ അവരുടെ CEO പറഞ്ഞിരിക്കുന്നത് 2025 മാർക്കറ്റ് സ്റ്റേബിൾ ആകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. IPയിലേക്ക് വരുമ്പോൾ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്യുന്ന ഡയമണ്ട് ഗ്രൈൻഡിങ് ഫേമിൻ്റെ IPO, ജിയോമെട്രിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ IPO 17% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയ അവർ ഏകദേശം 55,000 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷനാണ് അടുത്ത 3 വർഷം കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. ആസ്ട്ര മൈക്രോവേവ് കമ്പനി 225 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവരുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ലഭിച്ചിരുന്നു. സ്കൈ ഗോൾഡ് കമ്പനി ഡയമണ്ട് സെഗ്മെൻറ്റിലേക്ക്, അവർ ഓൾറെഡി ഡയമണ്ട് കമ്പനിയാണ്. അപ്പോൾ പ്രത്യേകത എന്താ, ലാബ് ഗ്രോൺ ഡയമണ്ട് ബിസിനസ്സിലേക്ക് ഇവർ കടന്നു വരികയാണ്. എന്താ ലാബ് ഗ്രോൺ ഡയമണ്ട് ബിസിനസ്? സ്വാഭാവികമായി മൈനിങ്ങിലൂടെ അല്ലാതെ കെമിക്കൽ പ്രോസസ്സിലൂടെ നിർമ്മിക്കുന്ന ഡയമണ്ടിനെയാണ് നമ്മൾ ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് പറയുന്നത്. HBL പവർ സിസ്റ്റം കമ്പനി 1522 കോടി രൂപയുടെ ഒരു ഓർഡർ, നോൺ കൊളിഷൻ ട്രെയിനുകളെല്ലാം തന്നെ ഇടിക്കാതിരിക്കാനുള്ള ഒരു ടെക്നോളജി ഇവർ വികസിപ്പിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അഫ്രോക്സ് ഇൻഡസ്ട്രീസ് കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 400 കോടി രൂപ ഇവിടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് കമ്പനി, അവർക്ക് 297 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്. അവർ ഗ്ലോബൽ മ്യൂണിഷൻ കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. PVR ഇനോക്സ് കമ്പനി ഡഹാഡൂർ മാളിൽ 6 പുതിയ സ്ക്രീനുകൾ ഇവർ ഓപ്പൺ ചെയ്തു. റിലയൻസ് കമ്പനി നേവി മുംബൈ III പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 74% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഇൻഫി ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണെന്നുള്ള ന്യൂസാണുള്ളത്. ഇൻഫോസിസ് IT കമ്പനിയാണ്. വിപ്രോ, ഇവരാദ്യം ഒരു വെജിറ്റബിൾ കമ്പനിയായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. വിപ്രോ ആദ്യം ഒരു IT കമ്പനി ആയിരുന്നില്ല. വിപ്രോ ആദ്യം ഒരു ഈ ഓയിലെല്ലാം തന്നെ, വെജിറ്റബിൾ ഓയിലെല്ലാം തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. വിപ്രോയുടെ ഫുൾ ഫോം നോക്കിയാൽ കാണാൻ സാധിക്കും, വെസ്റ്റേൺ ഇന്ത്യ പാം റിഫൈൻഡ് ഓയിൽ ലിമിറ്റഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം കമ്പനികളെല്ലാം തന്നെ ഇവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഒരു ചുരുക്കം ചില സ്റ്റോക്കുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു? പല വർണ്ണങ്ങളിലുള്ള, പല സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തിരഞ്ഞു നോക്കുമ്പോഴാണ് എത്ര വൈവിധ്യമാർന്ന സ്റ്റോക്കുകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം സെക്ടറുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒറ്റ ബാങ്കിങ്, ഒറ്റ IT, ഒരു കമ്പനി, അതിലേക്ക് മാത്രം ആവറേജ് ചെയ്ത് 3-4 സ്റ്റോക്കുകൾ
ലേക്ക് പോകാതെ നമ്മുടെ പോർട്ട്ഫോളിയോ ഈ ഐ.ടി കമ്പനിക്ക് ഹെൽത്ത് കെയർ ബിസിനസ്സിലേക്ക് വരാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള സെക്ടറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.